ഏകദേശം 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവസാന തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. അതിനുശേഷമാണ് പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2 തെരഞ്ഞെടുപ്പിലും പരാജയമായിരുന്നു ഫലം. ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. തേറമ്പിലിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു തൃശ്ശൂർ. ഒരുപാട് വർഷക്കാലം ഇവിടെ ജനങ്ങളുടെ ഇടയിൽ വളരെ സജീവമായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പത്മജ വേണുഗോപാൽ വരുന്നു, തേറമ്പിൽ രാമകൃഷ്ണൻ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നു. പിന്നീടുള്ളത് ചരിത്രമാണ്. എന്ത് തോന്നുന്നു അങ്ങേക്ക്? തൃശ്ശൂർ തേറമ്പിലിൻ്റെ എന്നല്ല, കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു. പിന്നീട് ചില നിസ്സാര കാര്യങ്ങളിൽ അത് നഷ്ടപ്പെട്ടു. വ്യക്തിപരമായിട്ട് ഒന്നും ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സ്ഥാനാർത്ഥികൾ വരും പോവും, ഒരേ ആളാവണമെന്നില്ലല്ലോ. തിരഞ്ഞെടുപ്പ് പല ഘടകങ്ങളുണ്ട്. ആ പീരീഡിൽ ജയിച്ചില്ല, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ നഷ്ടപ്പെട്ട 2 തവണയും പത്മജ വേണുഗോപാലായിരുന്നു സ്ഥാനാർത്ഥി എന്നതാണ് അതിന് പ്രാധാന്യം അറിയിക്കുന്നത്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതിന് മുൻപ് അങ്ങേക്കെതിരെ നിരവധി ആരോപണങ്ങൾ പല രീതിയിലും ഉന്നയിച്ചിരുന്നു. പക്ഷേ ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ല എന്നും ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ താനായിരുന്നു ശരിയെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലേ? ഞാനല്ല പറയേണ്ടത്. ഞാൻ അങ്ങനെ ആരോപണം ഒന്നായിട്ടില്ല. പിന്നെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ രാഷ്ട്രീയ ചരിത്രം 1965 അവിഭക്ത കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് ഞാനിവിടെ സജീവ രംഗത്ത് വരുന്നത്. അപ്പോൾ 65 മുതൽ ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ നിന്നിട്ട് പല പല പ്രതിബന്ധങ്ങളും അഗ്നിപരീക്ഷകളും പിളപ്പുകളും ഭിന്നിപ്പുകളും ഒക്കെ കണ്ടൊരാളാണ് നമ്മൾ. അതിലൊക്കെ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് എനിക്കുണ്ടായിരുന്നു, നിലപാടുകളുണ്ടായിരുന്നു. വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് ചിലപ്പോൾ പടം കണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ പാർട്ടിക്ക് പ്രമുഖ സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു മാറ്റം ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ പത്മജയെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനെടുത്ത 2 ഘട്ടത്തിലെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നാണല്ലോ തെളിയിക്കപ്പെടുന്നത്. തോറ്റതുകൊണ്ട് സ്ഥാനാർത്ഥി നിർത്തി തെറ്റാണെന്നും പറയാൻ പറ്റില്ല. എത്രയോ സ്ഥാനാർത്ഥികൾ തോറ്റുണ്ട്, എത്രയോ നേതാക്കൾ തോറ്റുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോൽവി അവസാനമാക്കല്ല. ഇപ്പോൾ ഈ പത്മജ വേണുഗോപാൽ പോകുന്നത് എക്സ്പെഷ്യലി തൃശ്ശൂരിലെ കോൺഗ്രസിനെ ഏതെങ്കിലും ഇതിൽ ബാധിക്കുമോ? അതിപ്പോൾ രാഷ്ട്രീയത്തിൽ ദീർഘകാലം ഒരു രംഗത്ത് നിന്നൊരാൾ പോവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ബാധിക്കും. നമ്മൾ ധാരാളം ആളുകൾ ആരാധിക്കുന്ന കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കിങ് മേക്കറായിരുന്ന ലീഡറുടെ മകളും ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്ഥിതി തന്നെയാണ്. അവർ പറയുന്ന നിരവധി അവരൊക്കെ വേണ്ടത്ര പരിഗണിച്ചില്ല എന്നടക്കമുള്ള ഒരു ആരോപണം, അതിന് വല്ല വസ്തുതയുണ്ടോ? അതിലൊന്നും ഞാൻ പറയണില്ല. അതൊക്കെ പാർട്ടി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. എന്തൊക്കെ എന്ന് എല്ലാവർക്കും അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ വിജയസാധ്യതയെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ആത്യന്തികമായി തൃശ്ശൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ കാര്യമായി ബാധിക്കുന്ന ഒരു സംഭവമല്ല ഇത്. ഏതായാലും താൽക്കാലികമായ ആശയക്കുഴപ്പങ്ങൾക്ക് അപ്പുറത്ത് പത്മജയുടെ BJP പ്രവേശനം കോൺഗ്രസിനെ ആത്യന്തികമായി ബാധിക്കില്ല എന്നാണ് മുൻ MLA ആയ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്.